നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഈ SMS ഉപയോഗിച്ച് നിങ്ങൾ ഒരു SMS അയക്കുന്ന സമയത്ത് തന്നെ 2026 പുതുക്കിയ SIR പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു SMS അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ലഭിക്കും. അതെങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ മെസ്സേജ് അയക്കാൻ പോകുന്നത് ഇത്തരത്തിൽ 1950 എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോം പേജ് വരും. ഇതിലാണ് എല്ലാ ഡീറ്റെയിലും ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അത്തരത്തിൽ ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതും ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വലിയ അക്ഷരത്തിൽ ECI ഓർക്കുക. ECI എന്നത് വലിയ അക്കത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സ്പേസ് വിടുക. ഒരു സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങളവിടെ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ വോട്ടർ ID ഇല്ലേ, ആ ഒരു ID ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്യണം. ആ ഒരു കാര്യം എൻ്റർ ചെയ്യണം. നിങ്ങളുടെ വോട്ടർ ID നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ECI എന്നത് വലിയ അക്ഷരത്തിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ സ്പേസ് വിടണം. സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ വോട്ടർ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ SMS സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നന്ദി പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ സെൻഡ് എഗെയിൻ ഒന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താങ്ക് യു ഫോർ കണക്ഷൻ പറഞ്ഞ ഓപ്ഷൻ. ഇനി രണ്ടാമത് ഇവിടെ ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വോട്ടർ IDയിലെ പേരോ കാര്യങ്ങളൊന്നല്ല ഇവിടെ മെസ്സേജ് വന്നത്. അങ്ങനെ വരാത്തവരാണെങ്കിൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും BLOയുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. ഇനി നിങ്ങളുടെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അത്തരത്തിൽ മെസ്സേജ് വന്ന് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണിക്കും. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എല്ലാ കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി പേര് ലഭിക്കാത്തവരാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ BLOയുമായി നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക.